പ്രമുഖ സിനിമാ നടി നവ്യ നായരുടെ ഭർതൃമാതാവ് അന്തരിച്ചു. നവ്യ തന്നെയാണ് ഈ ദുഃഖവാർത്ത സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചത്. തന്നെ ഒരു മകളെപ്പോലെയാണ് അമ്മ സ്നേഹിച്ചിരുന്നതെന്നും തൻ്റെ നൃത്തത്തെ ഏറെ ഇഷ്ടപ്പെട്ടിരുന്നതായും നവ്യ കുറിച്ചു. അവസാനമായി മാതങ്കി ഫെസ്റ്റിവലിൽ തൻ്റെ നൃത്ത കച്ചേരി കാണാൻ എത്തിയിരുന്നു. 2.5 മണിക്കൂർ നൃത്തം ചെയ്ത കാര്യം അഭിമാനത്തോടെയാണ് അവർ എല്ലാവരോടും പറഞ്ഞിരുന്നതെന്നും നവ്യ ഓർമ്മിച്ചു. ശാന്ത മേനോൻ, നാരായണ മേനോൻ ദമ്പതികളുടെ മകനായ സന്തോഷ് മേനോനാണ് നവ്യ നായരുടെ ഭർത്താവ്. നവ്യ നായരുടെ സോഷ്യൽ മീഡിയ പോസ്റ്റ് ഇങ്ങനെയാണ്: അങ്ങനെ ആ വിളക്കണഞ്ഞു. എന്നും ഏതിനും എല്ലാത്തിനും ധൈര്യമായിരുന്നു. ഒരു മരുമകളായിട്ടല്ല, മകളായി തന്നെ സ്നേഹിച്ചു. എല്ലാ സങ്കടങ്ങളിലും മക്കളെ വിഷമിക്കേണ്ട, അമ്മയുടെ പ്രാർത്ഥനയും അനുഗ്രഹവും കൂടെ ഉണ്ടാകും എന്ന് പറഞ്ഞ് കൂടെ തന്നെ നിർത്തി. അമ്മ ആഗ്രഹിച്ചതുപോലെ ഇതുവരെ എല്ലാം ചെയ്തു. അമ്മയുടെ സ്നേഹത്തിന് മുന്നിൽ എൻ്റെ നഷ്ടങ്ങൾ ഞാൻ സഹിച്ചു. എൻ്റെ നൃത്തം ഏറെ ഇഷ്ടപ്പെട്ട അമ്മ അവസാനമായി മാതങ്കി ഫെസ്റ്റിവലിൽ വന്ന് എൻ്റെ കച്ചേരി മുഴുവൻ കണ്ടു. 2 മണിക്കൂർ നൃത്തം ചെയ്തു എന്ന് അഭിമാനത്തോടെ എല്ലാവരോടും പറഞ്ഞു. മക്കളെ, ആ വിളി കാതുകളിൽ മുഴങ്ങി നിൽക്കുന്നു. മക്കളുടെ വിളക്ക് ഒരു കാലത്തും കേടില്ല, അമ്മയാ പറയുന്നേ. ഈ നിത്യശാന്തി നേരുന്നു. ഇങ്ങനെയാണ് നവ്യ നായർ തൻ്റെ അമ്മയ്ക്കു വേണ്ടി കുറിച്ചിരിക്കുന്നത്. എൻ്റെ അമ്മയെ എനിക്ക് നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ് നേരത്തെ തന്നെ സന്തോഷ് മേനോനും സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് പങ്കുവച്ചിരുന്നു. ഏറെ നാളായി അസുഖബാധിതയായ ചികിത്സയിലായിരുന്നു അമ്മ. സംസ്കാരം വൈകിട്ട് 3 മണിക്ക് ചങ്ങനാശ്ശേരിയിലുള്ള വീട്ടുവളപ്പിൽ വെച്ച് നടക്കും. 2010-ലായിരുന്നു സന്തോഷ് മേനോൻ്റെയും നവ്യ നായരുടെയും വിവാഹം കഴിഞ്ഞത്. അമ്മയുടെ ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് സന്തോഷ് മേനോൻ തൻ്റെ തിരക്കുകളെല്ലാം മാറ്റിവെച്ച് അമ്മയ്ക്കൊപ്പം തന്നെയായിരുന്നു. അമ്മയാണ് എൻ്റെ ലോകം, അമ്മയ്ക്ക് വേണ്ടിയാണ് ഞാൻ ജീവിക്കുന്നതെന്ന് പലപ്പോഴും പറഞ്ഞിരുന്നു. ഇതിനിടയിൽ നവ്യ നായരും സന്തോഷ് മേനോനും വേർപിരിഞ്ഞു എന്ന വാർത്തകളും പ്രചരിച്ചിരുന്നു. എന്നാൽ ഇതുവരെ വാർത്തകളോട് നവ്യ നായരോ അതുപോലെ സന്തോഷ് മേനോനോ ഔദ്യോഗികമായിട്ട് പ്രതികരിച്ചിട്ടുണ്ട്. നവ്യ നായരും ഭർത്താവ് സന്തോഷ് മേനോനും കുറച്ചു നാളുകളായി വേർപിരിഞ്ഞായിരുന്നു താമസം. അതിനെക്കുറിച്ചെല്ലാം സമൂഹ മാധ്യമങ്ങളിൽ വലിയ രീതിയിലുള്ള വിവാദങ്ങളും ഉയർന്നു വന്നിട്ടുണ്ട്. എന്നാൽ അതിനോടൊന്നും തന്നെ താരം പ്രതികരിച്ചിട്ടുമില്ല. നവ്യയ്ക്കും സന്തോഷിനും ഒരു മകനാണുള്ളത്. ഭർത്താവുമായി അകന്നു കഴിയുകയാണെങ്കിലും ഭർത്താവിൻ്റെ മാതാവിനോട് ഒരുപാട് സ്നേഹം തന്നെയായിരുന്നു നവ്യയ്ക്ക്. കാരണം ആ അമ്മ തന്നെ ഒരു മകളെ പോലെ തന്നെയാണ് കണ്ടത് എന്നാണ് നവ്യ പറയുന്നത്. അതുകൊണ്ട് തന്നെ അമ്മയുമായിട്ടുള്ള കോണ്ടാക്റ്റ് എല്ലാം തന്നെ നവ്യ സൂക്ഷിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അമ്മയുടെ വേർപാട് നവ്യയിൽ ഒരുപാട് ദുഃഖത്തിലാഴ്ത്തിയിരിക്കുകയാണ്. നവ്യയെ വിവാഹം ചെയ്ത് മുംബൈയിലെ എക്സ്പോർട്ടറായ സന്തോഷ് മേനോൻ ചങ്ങനാശ്ശേരിയിലായിരുന്നു താമസം.